സോണിന്റെ HSA മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ സീരീസ് 4ന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത് ഡേറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലെസ് ദാൻ സഞ്ചിതാവർത്തി വക്രം, അതായത് ഒഗൈവ്, മോർ ദാൻ ഒഗൈവ് കടക്കുന്ന ബിന്ദുവിൽ ലഭിക്കുന്നത് എന്ത്? അല്ലെ, അപ്പൊ നമ്മൾക്ക് ലെസ് ദാൻ ഒഗൈവുകളും മോർ ദാൻ ഒഗൈവും ഫ്രീക്വൻസി അതിനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ദാൻ ഒഗൈവ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയുണ്ടാവുന്നത്, നമ്മൾക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് നമ്മൾക്ക് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾക്ക് ലെസ് ദാൻ ഒഗൈവ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഗ്രേറ്റർ ദാൻ ഒഗൈവ് നമ്മൾക്ക് ഉണ്ടാവുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് ഗ്രേറ്റർ ദാൻ ഒഗൈവ് ഉണ്ടാവുന്നത്. അല്ലെ, അപ്പോൾ ഇത് ഒരേ ഡേറ്റയുടെയാണ് നമ്മൾ പറയുന്നത്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുക, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുക. അത് രണ്ടും നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ y ആക്സിസിൽ നമ്മൾക്ക് ഫ്രീക്വൻസി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ എന്തായിരിക്കും നമ്മൾക്ക് കിട്ടുന്നുണ്ടാവുക, അവിടെ ഉള്ളത് നമ്മൾക്ക് മധ്യമം ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. അതായത് മീഡിയൻ ആണ് നമ്മൾക്ക് ഇതിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഏകമാന ചിത്രം? അപ്പോൾ അതായത് ഒറ്റ ഒരു വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫ് ഏതാണ്? അല്ലെ, അത് ബാർ ഡയഗ്രാം ആണോ, ആവൃത്തി ബഹുഭുജം അതായത് ഫ്രീക്വൻസി പോളിഗൺ, അതുപോലെ ആവൃത്തി വക്രം അല്ലെങ്കിൽ സഞ്ചിതാവൃത്തി വക്രം. അല്ലെ, അതായത് ബാർ ഡയഗ്രാം ആണോ, ഫ്രീക്വൻസി പോളിഗൺ ആണോ, ഫ്രീക്വൻസി കർവ് ആണോ, ഒഗൈവ് ആണോ, ഈ നാലിൽ ഏതാണ് ഒരു സിംഗിൾ വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, ഇപ്പൊ ഇവിടെ ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരൊറ്റ സിംഗിൾ വേരിയബിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അല്ലെ, ബാർ ഡയഗ്രാം നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്, ഈ ഓരോ വാല്യൂസ് ഉണ്ടെങ്കിൽ സപ്പോസ് ഒരു ക്ലാസ് റൂമിലെ കുട്ടികളുടെ ഓരോ സബ്ജക്ട്സിലെയും മാർക്സ് നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാനാണ് എങ്കിൽ ഇവിടെ നമ്മൾ സയൻസിൻ്റെത് എടുത്തു, ഇവിടെ നമ്മൾ മാത്സിൻ്റെത് എടുത്തു. ഇങ്ങനെ എടുക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് ഈ y ആക്സിസിൽ മാത്രമേ നമ്മൾ എന്ത് എടുക്കുന്നുണ്ടാവുള്ളൂ, ഇവിടെ മാർക്സ് എടുക്കുന്നുണ്ടാവുള്ളൂ. അല്ലെ, അപ്പൊ മാർക്സ് y ആക്സിസ്, അപ്പൊ നമ്മൾ ഇവിടെ മാർക്ക് എന്നുള്ള കുട്ടികളുടെ ഓരോ സബ്ജക്റ്റിന്റെയും മാർക്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഒരു സിംഗിൾ വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾക്ക് ഈ ബാർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അല്ലെ, അതാണ് നമ്മളടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ അപ്പോൾ ഒന്നോ അതിലധികം മുതൽ രണ്ട് വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫ്രീക്വൻസി പോളിഗൺ ആയിക്കോട്ടെ, ഫ്രീക്വൻസി കർവ് ആയിക്കോട്ടെ, ഒഗൈവ് ആയിക്കോട്ടെ. അല്ലെ, ഇത് എല്ലാം നമ്മൾക്ക് എന്തുണ്ടാവും, ഒന്നിൽ കൂടുതൽ രണ്ട് വേരിയബിൾസ് ഉണ്ടാവും. അതായത് ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഫ്രീക്വൻസി പോളിഗൺ നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക, ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുമ്പോൾ ഹിസ്റ്റോഗ്രാമുകളിൽ നിന്നുമാണ് നമ്മൾക്ക് ഫ്രീക്വൻസി പോളിഗൺ കിട്ടുന്നത്. അല്ലെ, അപ്പൊ ഹിസ്റ്റോഗ്രാമുകളുടെ മിഡ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഫ്രീക്വൻസി പോളിഗൺ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾക്ക് ഉണ്ടാവുക ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസുകൾ, കുറെ ലൈൻസുകൾ ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾക്ക് എന്തുണ്ടാവുന്നുണ്ടാവുക, ഫ്രീക്വൻസി പോളിഗൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് നമ്മൾക്ക് ഫ്രീക്വൻസി പോളിഗൺ. അവിടെ നമ്മൾക്ക് എന്തായിരിക്കും, നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് അവിടെ ഉള്ളത് വേരിയബിൾസിന്റെ വാല്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് y ആക്സിസിൽ നമ്മൾ എന്തെടുക്കും, ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. അല്ലെ, സോ ഫ്രീക്വൻസിയും വേരിയബിൾസും. അപ്പൊ നമ്മൾക്ക് ഇവിടെ എന്താണ്, ഇവിടെ മോർ ദാൻ വളരെ രണ്ട് വേരിയബിൾസ് നമ്മൾക്ക് അവിടെ യൂസ് ചെയ്യാം. അല്ലെ, അപ്പൊ ഇതാണ് നമ്മൾക്ക് എന്ത്, ഫ്രീക്വൻസി പോളിഗൺ. ഇനി ഇതൊരു ഫ്രീക്വൻസി കേർവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത് എന്തായിട്ടാണ് മാറുന്നുണ്ടാവുക, ഈ സെയിം ഫ്രീക്വൻസി പോളിഗണിനെ നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻസുകൾ കൊണ്ടാണ് ഫ്രീക്വൻസി പോളിഗൺ ഉണ്ടാക്കുകയെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻസ് നമ്മളൊരു കേർവ് രീതിയിൽ നമ്മൾ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫ്രീക്വൻസി കേർവ് കിട്ടുന്നുണ്ടാവും. അവിടെ നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്നത് നമ്മൾക്ക് എന്തായിരിക്കും, ഇവിടെ എടുക്കുന്നത് വേരിയബിൾസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് y ആക്സിസിൽ എടുക്കുന്നത് ഫ്രീക്വൻസിയും ആയിരിക്കും. ഇനി അഗെയിൻ ഒഗൈവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾക്ക് എന്താണ് അവിടെ y ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസി എടുക്കുന്നുണ്ടാവും, എക്സ് ആക്സിസിൽ അതിന്റെ വേരിയബിൾ വാല്യൂസ് എടുക്കുന്നുണ്ടാവും. സോ ഇതാണ് നമ്മൾക്ക് ഒഗൈവിന്റെ പിക്ചർ. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് ബാർ ഡയഗ്രാം മാത്രമാണ് നമ്മൾക്ക് എന്തുള്ളത്, ഒരു സിംഗിൾ ഓൺലി വൺ വേരിയബിൾ യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് ബാർ ഡയഗ്രാം മാത്രമായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ഡാറ്റ സെറ്റിന്റെ ഇന്റർ ക്വാർട്ടൈൽ പരിധി ഏത്?
അപ്പൊ ഇന്റർ ക്വാർട്ടൈൽ പരിധിയാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ക്വാർട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു എൻറ്റയർ ഡേറ്റനെ, സപ്പോസ് ഇതാണ് എന്റെ ഡേറ്റ എന്ന് വിചാരിക്കും, നമ്മൾ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ എൻറ്റയർ ഡേറ്റനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആകെ തുകയുടെ ഒരു 4/1 അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സപ്പോസ് ഇതാണ് എന്റെ എൻറ്റയർ റീജിയൻ എന്ന് വിചാരിക്കാം, എൻറ്റയർ ഒബ്സർവേഷൻ, എൻറ്റയർ ഡേറ്റ. ഈ എൻറ്റയർ ഡേറ്റയെ ഞാൻ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിന് ഞാൻ ഓരോ ക്വാർട്ടൈൽ, ഇതെന്റെ Q1, അതായത് ക്വാർട്ടൈൽ 1, ക്വാർട്ടൈൽ 2 ആൻഡ് ക്വാർട്ടൈൽ 3, ഇങ്ങനെ 3 ക്വാർട്ടൈലുകളായിട്ട് എനിക്കതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് ഈ ക്വാർട്ടൈലുകൾ നമ്മൾക്ക് എടുക്കുന്ന സമയത്ത് ക്വാർട്ടൈൽ ഡീവിയേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അതിൽ ഇന്റർ ക്വാർട്ടൈൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഇന്റർ ക്വാർട്ടൈൽ റേറ്റ് ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ആയിരിക്കും. അതായത് ഈ നടുവിൽ നിൽക്കുന്ന ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്റർ ക്വാർട്ടൈൽ പരിധി എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1, അതിന്റെ വാല്യൂ അല്ലെ. ഇപ്പം Q3 ഒരു വാല്യൂ ഉണ്ടാവും, Q1 ഒരു വാല്യൂ ഉണ്ടാവും, Q3 Q1 മൈനസ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു റീജിയൻ നമ്മൾക്ക് കിട്ടുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്തായിരിക്കും, ഈ ഇന്റർ ക്വാർട്ടൈൽ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ തരിക. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് IQR ആണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മൾക്ക് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7 ഡാറ്റകളുള്ള ഒരു സെറ്റിന്റെ ശരാശരി 10 ആണെന്നും 3 ഡാറ്റകളുള്ള മറ്റൊരു സെറ്റിന്റെ ശരാശരി 5 ആണെങ്കിൽ സംയുക്ത ഡാറ്റകളുടെ ശരാശരി എത്ര? അപ്പൊ കമ്പൈൻഡ് മീൻ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. കമ്പൈൻഡ് മീനിന്റെ ഇക്വേഷൻ ആണ് നമ്മൾക്ക് വേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്താ, N1, 7 ഡാറ്റയാണ്. സോ നമ്മൾക്ക് അതിന്റെ N1 ഇസ് ഈക്വൽ ടു 7 എന്നെടുക്കാം. അതിന്റെ X1 ബാർ ഇസ് ഈക്വൽ ടു ഡാറ്റ ശരാശരി എത്രയാ തന്നിരിക്കുന്നത്, 10. അടുത്തത് നമ്മൾക്ക് എന്തുണ്ട്, N2 ഇസ് ഈക്വൽ ടു 3 ഉണ്ട്, അതിന്റെ ശരാശരി തന്നിരിക്കുന്നത് നമുക്ക് എത്രയാണ്, 5. സോ X2 ബാർ ഇസ് ഈക്വൽ ടു 5. അപ്പൊ കമ്പൈൻഡ് മീൻ ആണല്ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കമ്പൈൻഡ് മീൻ ഞാൻ ക്യാപിറ്റൽ എക്സ് ബാർ എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു. സോ ക്യാപിറ്റൽ എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു എന്താണ്, N1 X1 ബാർ പ്ലസ് N2 X2 ബാർ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 ആയിരിക്കും. സോ ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. സോ 7 into 10 പ്ലസ് 5 into 3 divided by N1 plus N2 is 7 plus 3, that is 10. അല്ലെ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 85 ഡിവൈഡഡ് ബൈ 10, സോ ദാറ്റ് ഇസ് 8.5. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത താഴെ പറയുന്നവയിൽ ജിയോമെട്രിക് ശരാശരിയുടെ സവിശേഷതയല്ലാത്തത് ഏത്? അപ്പൊ ജിയോമെട്രിക് മീനിന്റെ സവിശേഷത അല്ലാത്ത ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇപ്പൊ ജിയോമെട്രിക് മീൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം, ജിയോമെട്രിക് മീൻ വിൽ ബി ഈക്വൽ ടു നമ്മൾക്ക് എത്ര ഡാറ്റാസ് ഉണ്ടോ അല്ലെ, സപ്പോസ് n ഡേറ്റാസ് ആണ് എങ്കിൽ x1 into x2 into etc into xn ഹോൾ റേസ് ടു 1/n ആണ് നമ്മൾക്ക് ജിയോമെട്രിക് മീൻ തരുന്നത് അല്ലെ. അത് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവുക. ഇനി ഓപ്ഷൻസിലേക്ക് നോക്കാം. ജിയോമെട്രിക് ശരാശരി ലഭ്യമായ എല്ലാ വിവരങ്ങളും ഉപയോഗിക്കുന്നു ഇല്ലേ, എല്ലാ വിവരങ്ങളും ഉപയോഗിക്കണം. കാരണം x1 x2 etc xn അല്ലെ, അതാണ് നമ്മൾക്കുള്ള വിവരങ്ങൾ അല്ലെ, നമ്മുടെ ഡേറ്റാസ് എന്ന് പറയുന്നത്. എല്ലാ ഡേറ്റയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജിയോമെട്രിക് മീൻ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമുക്കത് എന്താണ്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സവിശേഷത അല്ലാത്തതാണ്. അപ്പൊ ഇതൊരു സവിശേഷതയാണ് അല്ലെ. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വരാം. ഒരു മൂല്യം 0 ആണെങ്കിൽ ജിയോമെട്രിക് ശരാശരിയും 0 ആയിരിക്കും. കാരണം നമുക്ക് എന്താ, ജിയോമെട്രിക് മീനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x1 x2 etc xn ആണ്. അപ്പൊ x1 ഈക്വൽ ടു 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായിട്ട് മാറും, നമ്മുടെ ജിയോമെട്രിക് മീൻ വിൽ ബി ഈക്വൽ ടു x1. 0 into എനിത്തിങ് നമുക്ക് 0 ആയിരിക്കും. സോ ജിയോമെട്രിക് മീൻ നമ്മൾക്ക് 0 ആയിരിക്കും അല്ലെ. സോ അതും നമ്മൾക്ക് എന്താണ്, ഒരു സവിശേഷതയായിട്ട് പറയാം. ഇനി സിയിലേക്ക് വരാം. വേരിയേറ്റിന്റെ മൂല്യം നെഗറ്റീവ് ആണെങ്കിൽ ജിയോമെട്രിക് ശരാശരി സാങ്കല്പികം അല്ലെങ്കിൽ ഇമേജിനറി ആകും. നമുക്ക് എന്താണ്, നെഗറ്റീവ് ആവുക അല്ലെ. നെഗറ്റീവ് ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾക്ക് നെഗറ്റീവ് ആയാൽ മതി അല്ലെ. അപ്പൊ ഇതിനകത്ത് ജിയോമെട്രിക് മീനിൽ ഏതെങ്കിലും സപ്പോസ് x1 is equal to -x1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്താവും, ഇതിനകത്ത് നമുക്കൊരു നെഗറ്റീവ് ആയി, അത് സ്ക്വയർ റൂട്ട് nth റൂട്ടിന്റെ ഉള്ളിലാണ് നെഗറ്റീവ് വരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ എന്തുണ്ടാവും, ഒരു ഇമേജിനറി വാല്യൂ
ലഭിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതും ഒരു സവിശേഷതയാണ്. സോ നമ്മൾക്ക് എല്ലാം നമുക്ക് സവിശേഷതയാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നുണ്ടാവും, ഇവയൊന്നുമല്ല എന്നുള്ളത് അല്ലെ. ഇതാണ് നമ്മൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, 50 ഡാറ്റ മൂല്യങ്ങളുടെ ശരാശരി 25 ആണ്. അവയുടെ മാനക വ്യതിയാനം 2 ആണെങ്കിൽ എല്ലാ ഡാറ്റകളുടെയും സ്ക്വയറുകളുടെ തുക എത്രയാണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? 50 ഡാറ്റ ഉണ്ട്. സോ n is equal to 50 ആയിരിക്കും. ആൻഡ് അതിന്റെ ശരാശരി ദാറ്റ് ഇസ് എക്സ് ബാർ is equal to നമ്മൾക്ക് 25 എന്നും തന്നിട്ടുണ്ട് അല്ലെ. ഓൾസോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാനക വ്യതിയാനം ദാറ്റ് ഇസ് സിഗ്മ is equal to നമുക്ക് എന്താണ്? 2 ആണ് അല്ലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾക്ക് 2 എന്ന് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇക്വേഷൻ അറിയാലോ, സിഗ്മ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/n സമ്മേഷൻ xi സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ റൂട്ട് ത്രൂ ഔട്ട് ഉണ്ട്. സോ നമ്മൾക്ക് എന്ത് ചെയ്യാം? സിഗ്മ സ്ക്വയറിന്റെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം. സോ 1/n സമ്മേഷൻ xi സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ അല്ലെ. അപ്പം സിഗ്മയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. സോ അത് നമ്മൾക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/50 സമ്മേഷൻ xi സ്ക്വയർ മൈനസ് എക്സ് ബാർ 25 സ്ക്വയർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഡാറ്റകളുടെ സ്ക്വയറുകളുടെ തുക ദാറ്റ് ഇസ് സമ്മേഷൻ xi സ്ക്വയർ ആണ് നമ്മൾക്ക് ഇവിടെ നിന്നും കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ സമ്മേഷൻ xi സ്ക്വയർ നമ്മൾക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? സമ്മേഷൻ xi സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 4 പ്ലസ് 25 സ്ക്വയർ. സോ 4 പ്ലസ് 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ 625 ദാറ്റ് ഇസ് 629 ഡിവൈഡഡ് ബൈ 50. സോറി 50 അല്ല, മൾട്ടിപ്ലൈഡ് ബൈ 50 അല്ലെ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 31450. ഇതായിരിക്കും നമ്മൾക്ക് അതിന്റെ വാല്യൂ വരുന്നത്. സോ ഓപ്ഷൻ എ അല്ലെ. ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ആൻസർ വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു സംമിതമായ വിതരണത്തിൽ മധ്യമം പ്ലസ് ഓർ മൈനസ് ചതുരംശ വ്യതിയാനം ദാറ്റ് ഇസ് മീഡിയൻ പ്ലസ് ഓർ മൈനസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നിരീക്ഷണങ്ങളുടെ എത്ര ശതമാനമാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്താ? ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെ. സോ ഈ ക്വാർട്ടൈൽ ഡീവിയേഷന്റെ കേസിൽ ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഇക്വേഷൻ എന്താ? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 അല്ലെ. Q3 മൈനസ് Q1 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അത് എത്ര പെർസെൻറ്റേജ് നമ്മൾക്ക് തരുന്നുണ്ടാവുക? 25% ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾക്ക് എന്ത് തരിക? വ്യതിയാനം തരുന്നുണ്ടാവുക. അപ്പൊ 25% ക്വാർട്ടൈൽ ഡീവിയേഷൻ കവർ ചെയ്തു അല്ലെ. ഇനി മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഒരു വാല്യൂ അല്ലെ. ദാറ്റ് ഈസ് നമ്മൾക്ക് ഇവിടെയാണ് Q1 ഉള്ളത്, ഇതാണ് Q2, Q3 അല്ലെ, ഇങ്ങനെയാണുള്ളത്. അപ്പൊ Q1 മൈനസ് Q3 എന്ന് പറയുന്നതിനകത്താണ് നമ്മൾക്ക് എന്തുള്ളത്? മീഡിയൻ ഉള്ളത്. സോ മീഡിയൻ പ്ലസ് ഓർ മൈനസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ പ്ലസ് ഓർ മൈനസ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലെ. സോ ഇത് ഡെഫിനറ്റ്ലി എവിടെയായിരിക്കും ലൈ ചെയ്യുന്നുണ്ടാവുക? Q1 Q3 എന്ന് പറയുന്ന ഈ ഒരു ഇന്റർവെല്ലിനകത്തായിരിക്കും നമ്മൾക്ക് ലൈ ചെയ്യുന്നത്. അപ്പൊ Q1 Q3 എന്ന് പറയുന്ന ഈ ഒരു ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? എത്ര ശതമാനമാണ് അത്? ഇത് ടോട്ടലിന്റെ പകുതിയാണ്. ദാറ്റ് ഇസ് 50% നമ്മൾക്ക് എന്ത് ചെയ്യും? ഇത് കവർ ചെയ്യുന്നുണ്ടാവും. Q3 മൈനസ് Q1 എന്ന് പറയുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ മാത്രം നമ്മൾക്ക് ചെയ്യുന്നത് എത്രയാണ്? Q3 മൈനസ് Q1 എന്ന് പറയുന്നത് ഇതിന്റെ 50 പകുതിയാണ്, പക്ഷെ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. സോ നമ്മൾക്ക് അവിടെ എന്ത് വരും? നമ്മൾക്ക് 25% ആയിരിക്കും വരുന്നത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ കവർ ചെയ്യുന്നത് 25%. പക്ഷെ അതിലേക്ക് നമ്മൾക്ക് എന്തുണ്ട്? മീഡിയൻ പ്ലസ് ഓർ മൈനസ്. മീഡിയൻ ഡെഫിനറ്റ്ലി ഇതിനകത്താണ് വരിക. സോ മീഡിയൻ പ്ലസ് ഓർ മൈനസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കത് Q1ന്റെയും Q3യുടെയും ഇടയിലായിരിക്കും നമ്മൾക്ക് വാല്യൂ വരുന്നുണ്ടാവുക. സോ ദാറ്റ് വിൽ ബി കവറിംഗ് 50% ഓഫ് ദി ഒബ്സർവേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ആവൃത്തി വിതരണത്തിന്റെ ദാറ്റ് ഇസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ശരാശരി മാനക വ്യതിയാനം സ്ക്യൂനെസിന്റെ ഗുണകങ്ങൾ ക്രമമായി 60, 45, മൈനസ് 0.4 ആണെങ്കിൽ ആ വിതരണത്തിന്റെ മഹിതം എത്ര? അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാ? അതിന്റെ ശരാശരി അല്ലെ. ദാറ്റ് ഇസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു നമ്മൾക്ക് തന്നിരിക്കുന്നത് 60, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിരിക്കുന്നത് 45 ആൻഡ് സ്ക്യൂനെസ് തന്നിരിക്കുന്നുണ്ട് അല്ലെ. സോ നമ്മൾക്ക് സ്ക്യൂനെസ് നമ്മൾക്ക് വരുമ്പോൾ എത്രയാണ്? മൈനസ് 0.4. സോ മൈനസ് 0.4. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? മഹിതം. മഹിതം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മോഡ് അല്ലെ. മഹിതം മോഡാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്ക്യൂനെസ്സും
മോഡും മീഡിയനും നമ്മൾക്ക് തമ്മിലുള്ള റിലേഷൻ ആണ്, സോറി, സ്ക്യൂനെസ്സും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള റിലേഷൻ അല്ലെ. അപ്പൊ സ്ക്യൂനെസ് നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്യൂനെസ് ഇസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. ഇങ്ങനെ നമ്മൾക്ക് സ്ക്യൂനെസിന്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് മോഡ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. സോ മോഡ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? മോഡ് വിൽ ബി ഈക്വൽ ടു മീൻ മൈനസ് സിഗ്മ ഇൻറ്റു സ്ക്യൂനെസ് ആയിരിക്കും അല്ലെ. സോ മീൻ വാല്യൂ ഇസ് 60. സോ 60 മൈനസ് 45 ഇൻറ്റു മൈനസ് 0.4. സോ ഇതിന്റെ വാല്യൂ വരുന്നുണ്ടാവുക 78 ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ചതുരംശ ഗുണാങ്കം അതായത് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കുറിച്ചുള്ള ഏത് പ്രസ്താവനയാണ് ശരി? അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനെ കുറിച്ചുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും പരമാവധി മൂല്യങ്ങളെ അടിസ്ഥാനമാക്കുന്നു, ശരാശരിയെ അടിസ്ഥാനമാക്കുന്നു, ആദ്യത്തെയും മൂന്നാമത്തെയും ക്വാർട്ടൈലുകളെ മാത്രം അടിസ്ഥാനമാക്കുന്നു. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനേക്കാൾ കൂടുതലായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾക്ക് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഇക്വേഷൻ അറിയാം. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കാവുന്നത് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 ആണ് അല്ലെ. അപ്പൊ ഇത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? Q1 ആൻഡ് Q3 അല്ലെ. ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലിനെയും മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പോൾ ഓപ്ഷൻ സി പറയുന്നത് അത് തന്നെയാണ്. ആദ്യത്തെയും മൂന്നാമത്തെയും ക്വാർട്ടൈലുകളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് അല്ലെ. സോ നമ്മൾക്ക് ഒറ്റയടിക്ക് ആൻസർ പറയാം. ഇക്വേഷൻ അറിയാമെങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ഡേറ്റാ സെറ്റിന്റെ മൂന്നാം സെൻട്രൽ മൊമെന്റ് -1.6 ആണ്. സോ മൂന്നാം സെൻട്രൽ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μ3 കൊണ്ടാണ് നമ്മൾ മ്യൂ കൊണ്ടാണ് നമ്മൾ എന്ത് സെൻട്രൽ മൊമെന്റുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. μ1 μ2 μ3 അല്ലെ. ഇപ്പൊ μ3 ആണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്ത് -1.6. അങ്ങനെയാണെങ്കിൽ സ്ക്യൂനെസിന്റെ ഗുണകം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കുമോ നിർണ്ണയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ മൊമെന്റ് μ3 ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് സ്ക്യൂനെസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾക്ക് പറയാൻ പറ്റും. സോ μ3 ഈസ് ഈക്വൽ ടു μ3 ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ നമ്മൾക്ക് അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. അതുപോലെ μ3 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ് എങ്കിൽ നമുക്ക് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ആൻഡ് μ3 ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? അത് സിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സോ ഇതിൽ നമ്മൾക്ക് അപ്പൊ ഡയറക്റ്റ് μ3 വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ലെസ് ദാൻ 0 ആണ്. സോ ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് അത് എന്തായിരിക്കും? നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾക്ക് ഡേറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ഈ ഒരു എക്സാം സീരീസിൽ വന്നിരിക്കുന്നത്. താങ്ക്